ഹായ് ഫ്രണ്ട്സ്, ഒരു വേക്കൻസിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെഡ്ഡിംഗ് ഫ്ലോറിലേക്ക് ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ നിന്ന് പരിചയസമ്പന്നരായിട്ടുള്ള സ്റ്റാഫുമാരെ നമ്മൾ എടുക്കുന്നുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെയാണ്. 35 വയസ്സ് ആ ഒരു മിനിമം 35 വയസ്സിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് അതായത് കാഞ്ചീപുരം, ലെഹങ്ക ഈ സെക്ഷനിൽ നല്ല പരിചയമുള്ളവർക്ക് ഒരു മിനിമം ഒരു 3 വർഷം 2 വർഷം 3 വർഷമെങ്കിലും നിന്ന് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയുള്ള സ്റ്റാഫുമാർ, അതുപോലെ തന്നെ ഇൻവെൻട്രിയിലുള്ള സ്റ്റാഫുമാരുണ്ടല്ലോ, ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് പരിചയമുള്ള ഇൻവെൻട്രി സ്റ്റാഫുമാർ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണേ. ടെക്സ്റ്റൈൽസ് നിന്നവർ തന്നെ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വരുന്നത് അക്കൗണ്ട്സ് മെയിനാണ്. അക്കൗണ്ട്സിൽ പരിചയസമ്പന്നരായിട്ടുള്ള സ്റ്റാഫുമാരുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ മെയിൽ ഉണ്ടല്ലോ, മെയിൽ ID കൊടുക്കുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മാനേജറിൽ ഞങ്ങളുടെ ഈ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാം പോസിറ്റീവ് എനർജിയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഒരു നിങ്ങൾക്കറിയാമല്ലോ നമ്മളെങ്ങനെയാണ് നമ്മളുടെ സുറുമയുടെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ സ്റ്റാഫുമാരുമായിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരാകുമ്പോഴത്തേക്ക് എല്ലാവരും ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം എൻ്റെ സ്റ്റാഫുമാരെയും നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കൊടുത്ത് നല്ലൊരു കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാനേജർമാർ, ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന മാനേജർമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും വേക്കൻസീസാണ് ഞാൻ പറയുന്നത്. ഒന്ന് വെഡ്ഡിംഗ് ഫ്ലോറിലേക്ക് ജെൻസും ലേഡീസ് ആയാലും ഓക്കെയാണ്. അടുത്തത് വരുന്നത് ഇൻവെൻട്രി, പിന്നെ വരുന്നത് അക്കൗണ്ട്സ്, പിന്നെ വരുന്നത് മാനേജർ. ഈ വെഡ്ഡിംഗ് കെയറും ഉണ്ടല്ലേ, പിന്നെ വെഡ്ഡിംഗ് കെയറും ഉണ്ട്. വെഡ്ഡിംഗ് കെയറിൽ സംസാരിക്കാൻ കഴിവുള്ള നല്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരത്ത് രാത്രി ഒരു 5 മണി വൈകിട്ട് ഒരു 5 മണി 5:30 വരെ 6 മണി വരെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഫോം കൊടുക്കുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാലും ഓക്കെയാണ്. അപ്പോൾ ഇത്രയും പേര് നമ്മുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തുക. മുന്നേ ഉള്ള നിങ്ങൾക്കറിയാം, നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ബയോഡേറ്റകൾ ഇപ്പോഴും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഓപ്പൺ ചെയ്തിട്ട് ഇനി നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം അപ്പോൾ മുന്നേ വന്നിട്ടുള്ളവരുടെയും നമുക്ക് വേണമെങ്കിൽ അവർക്കും വരാം കേട്ടോ. കാരണം എല്ലാ ബയോഡേറ്റയും ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത്രത്തോളം ബയോഡേറ്റകളാണ് നമുക്ക് കിട്ടിയത്. അതൊന്നും ഇനി നോക്കിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പം ഞാൻ ഈ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ മാത്രമാണ് കേട്ടോ. മറ്റേതിനകത്ത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവരും ഒക്കെ ഉണ്ട്. വേറെ കുറച്ച് വേക്കൻസിയും ഗൂഗിൾ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. വേറെ അത്യാവശ്യം വേണമെന്ന ഗോഡൗൺ സ്റ്റാഫിൻ്റെ ഒക്കെ ഉണ്ട്, ലിമിനെ പാക്കിങ്ങിലേക്കൊക്കെ ഉണ്ട്. ആ വേക്കൻസി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ. ഇൻവെൻട്രി ഇൻവെൻട്രിയിലിടാം. അതല്ല ഇൻവെൻട്രി തന്നെയല്ലേ ഉൾപ്പെടുത്തുന്നത്. ഇൻവെൻട്രി മാനേജർ എന്ന് പറയുന്നത് ഇൻവെൻട്രി കൈകാര്യം ചെയ്തിട്ടുള്ള പിള്ളേർക്കാണ്. ഇൻവെൻട്രി എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമ്മൾ മാനേജർ ആക്കണമെങ്കിൽ ഇൻവെൻട്രി മാനേജർ ആക്കാം. അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ അക്കൗണ്ട്സ് പ്രധാനമാണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പാക്കേജ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ധൈര്യപൂർവ്വം സുർമയിൽ വന്നാൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വരാൻ കാരണം വെഡ്ഡിങ്ങിൻ്റെ സെക്ഷൻ ഉണ്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിലുപരിയാണ് കാഞ്ചീപുരം സാരിക്കും ലെഹങ്കയ്ക്കും ഒക്കെ വെഡ്ഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇത്രയും നമ്മൾ എടുത്തു വെച്ച സ്റ്റാഫുമാരെ കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പുതിയ സ്റ്റാഫുമാരെ നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് സാരി ട്രേപ്പ് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മുൻഗണനയാണ്. അവരെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹോസ്റ്റലിൽ ഫെസിലിറ്റി ഉണ്ട്. ഹോസ്റ്റലിൽ ഫുഡൊക്കെ നിൽക്കാൻ നല്ല ഫുഡാട്ടോ. നമ്മുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ നിൽക്കുന്ന പിള്ളേരെ തന്നെ അന്വേഷിച്ചാൽ അറിയാം. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇത് നമ്മൾ വരുത്തിയിട്ടില്ല. നല്ല രീതിയിലുള്ള ഫുഡാണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല നല്ല ഹോസ്റ്റലുമാണ്. അപ്പം അതൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളെല്ലാം അന്വേഷിക്കുന്നത്, ഹോസ്റ്റലിൽ വരുന്നവരല്ലേ. അപ്പോൾ ഹോസ്റ്റലുകാർക്കും വരാം. പിന്നെ മുൻഗണന നമുക്ക് കൂടുതൽ നമ്മുടെ പരിസരത്തുള്ളവരും അല്ലേ, നമ്മുടെ അടുത്തുള്ള സ്റ്റാഫുമാർക്കായിരിക്കും കൂടുതലും നമ്മൾ പരിഗണന കൊടുക്കുന്നത്. അപ്പം മാക്സിമം രാത്രി വരെ നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാർക്കൊക്കെ ഒരു ജോലിക്ക് കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കിട്ടട്ടെ അല്ലേ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.